28 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം. കമൽഹാസൻ നായകനും ശങ്കർ സംവിധായകനുമായ ചിത്രം. ഇങ്ങനെ ഇന്ത്യൻ 2 അപാര സാധ്യതകളുടെ ഒരു സിനിമയായിരുന്നു. രണ്ടാം ഊഴത്തിൽ കഥാതന്തുവിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിലും അവതരണത്തിൽ പ്രകടമായ വ്യത്യാസങ്ങളോടുകൂടി തന്നെയാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. എന്നാൽ വലിയ ഹൈപ്പുകളോടെ എത്തിയ ചിത്രത്തിന് പ്രതീക്ഷിച്ച വരവേൽപ്പ് ലഭിച്ചില്ലെന്നാണ് സത്യം. എന്താണ് ഇന്ത്യൻ 2വിന് സംഭവിച്ചത്? ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം റിലീസിന് ശേഷം എത്ര വലിയ ചിത്രമാണെങ്കിലും മൗത്ത് പബ്ലിസിറ്റി വലിയൊരു ഘടകം തന്നെയാണ്. പ്രേക്ഷകരുടെ താല്പര്യം നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വമ്പൻ ഹൈപ്പോടെ വന്ന ചിത്രങ്ങൾ പോലും പരാജയമാകും എന്നതിൽ സംശയമില്ല. ഇന്ത്യൻ 2വിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. മികവുകൾ പലതുണ്ടെങ്കിലും ശങ്കർ ചിത്രത്തിൽ നിന്നും ഒരു പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന എന്താണോ അത് ഇന്ത്യൻ 2വിന് ലഭിച്ചിട്ടില്ല. പലയിടത്തും ചിത്രം അതിന്റെ ട്രാക്ക് വിട്ടുപോകുന്നതായി പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി പ്രേക്ഷകർ ഇന്ത്യൻ 2വിനെതിരായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കാം. ഇന്ത്യൻ 2വിൽ രംഗങ്ങൾക്ക് ആവർത്തന വിരസതയുണ്ടെന്നും സസ്പെൻസ് ഉദ്ദേശിച്ച് ചെയ്ത പല രംഗങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാൻ കാണികൾക്ക് കഴിഞ്ഞുവെന്നതും വലിയ കുറവായി തന്നെ അനുഭവപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അത് വലിയ വിരസതയുണ്ടാക്കുന്ന തരത്തിൽ ഒരു സീരിയൽ ഡ്രാമ പോലെയാണ് പലർക്കും തോന്നിയത്. ശക്തമായ വികാര രംഗങ്ങൾ പോലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നുകയും അതിനോടൊപ്പം തന്നെ സിനിമയിലെ ഗാനം പോലും അരോചകമായി തോന്നിയെന്നും ചിലർ പറയുന്നുണ്ട്. ശങ്കർ തൻ്റെ പഴയ സിനിമകളിലെ കഥാരീതി തന്നെയാണ് ഇതിലും ആവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ സൂപ്പർ ഹിറ്റ് എന്നതിലേക്ക് എത്തുന്നതിന് പകരം പാതി വഴിയിൽ അത് ദയനീയമായി പരാജയപ്പെട്ടു. ആദ്യ 20 മിനിറ്റ് വരെ സിനിമ വലിയ തട്ടുകേടുകളൊന്നുമില്ലാതെ കടന്നു പോകുന്നുവെന്നും അതിനുശേഷം ക്രമേണ കൂപ്പുകുത്തുന്നുവെന്നുമാണ് നിരൂപകർ അഭിപ്രായപ്പെടുന്നത്. സിനിമയുടെ രണ്ടാം ഭാഗം ചെയ്യാൻ ശങ്കറിനെ പ്രേരിപ്പിച്ചത് എന്ത് ഘടകമാണെന്നാണ് ചിലർ ചോദിക്കുന്നത്. കമൽഹാസന്റെ ഗെറ്റപ്പുകളും അഭിനയവുമെല്ലാം കടലിൽ കായം കലക്കുന്നത് പോലെ നിഷ്പ്രയോജനമായി മാറിയെന്നും അദ്ദേഹത്തിന്റെ കരിയറിന് പോലും ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കിയെന്നുമാണ് ആരാധകരുടെ വിമർശനം. സാധാരണ ശങ്കർ സിനിമകളിൽ അമ്പരപ്പിക്കുന്ന സംഘടന രംഗങ്ങളുണ്ടാകും. എന്നാൽ ഇന്ത്യൻ 2വിലെ ചെറിയ ആക്ഷൻ ടാക്ടിക്സുകൾ ചിരിപ്പിച്ചു കളഞ്ഞുവെന്നാണ് പലരും പറയുന്നത്. എന്നാൽ കുറച്ച് സീനുകളുള്ള AR റഹ്മാന്റെ BGMന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പ്രിയ നടൻ നെടുമുടി വേണുവിനെ വീണ്ടും കാണാനാകും എന്നതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന കാര്യം. ചില ഷോട്ടുകളിൽ അദ്ദേഹം തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവ വിഷ്വൽ എഫക്ട്സ് കൊണ്ടാണ് പൂർത്തിയാക്കിയത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ സിനിമയെക്കുറിച്ചുള്ള ട്രോളുകൾ നിറയുകയാണ്. ശങ്കറിനും കമൽഹാസനും നേരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ 2വിന് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം.